ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു S4 സീരീസ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ജൂ നാമിനെയും ഹേസിക്ക് ലീഡറിനെയും തിരഞ്ഞു പോകുന്നത് കാണിക്കുന്നു. ഇവിടെ ഷിയോ ആണെങ്കിൽ നാമിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിയോ ആ മെഷീന്റെ വെയിറ്റ് മാക്സിമം കൂട്ടുന്നു. നാമ് തന്റെ സർവ്വശക്തിയും എടുത്ത് അതിനെ മുകളിലേക്ക് ഇടുന്നു. ശേഷം അത് തിരിച്ച് താഴെ വീഴുന്നതിനുള്ളിൽ അവൾ മുകളിലേക്ക് ചാടിക്കയറുന്നു. അങ്ങനെ അവൾ ഷിയോയുടെ ടെസ്റ്റിൽ പാസ്സാവുന്നു. ഇപ്പുറത്ത് ജൂ തന്റെ ബൈക്ക് ഒരു ഭാഗത്ത് നിർത്തുന്നു. നാം ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ജൂവിനും മനസ്സിലാവുന്നു. പെട്ടെന്ന് അവൾക്ക് മുന്നിലേക്ക് 2 പേർ ബൈക്കിൽ വന്നിട്ട് നീ ഏത് ക്ലബിലാണ് എന്ന് ചോദിക്കുന്നു. അവൾ താൻ ഒരു ക്ലബിന്റെയും ഭാഗമല്ലെന്ന് പറയുന്നു. അവൾ റോഡിലൂടെ നേരത്തെ ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ടാണ് അവർ അങ്ങനെ ചോദിച്ചത്. അവർ നീ നിന്റെ ഭർത്താവിന്റെ പിന്നിലാണ് റൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ജൂവിനോട് നിനക്ക് വേണേൽ ഞങ്ങളുടെ ക്ലബിൽ കൂടാം എന്നൊക്കെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ട് അവർ പോവാൻ നിന്നതും ജൂ അവരെ തിരിച്ചു വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹെൽമറ്റ് മറന്നു എന്ന് പറയുന്നു. എന്നിട്ട് അവൾ അത് പീസായി പൊട്ടിച്ചില്ലാതാക്കുന്നു. അത് കണ്ട് അവരും ആകെ ഷോക്കാവുന്നു. ജൂ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇനി മേലാൽ ഒരു പെൺകുട്ടിയോടും ഇങ്ങനെ മോശമായി പെരുമാറരുത്, അങ്ങനെ എങ്ങാനും ചെയ്താൽ ഈ ഹെൽമെറ്റിന്റെ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് 2 പേർക്കും എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ മൊത്തം വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് ജൂ അവിടുന്ന് പോകുന്നു. അവരും ആ ഹെൽമെറ്റിന്റെ പീസൊക്കെ അവിടുന്ന് എടുത്ത് മാറ്റുന്നു. ഇപ്പുറത്ത് മുത്തശ്ശിയുടെ പവറും ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ പഴയതുപോലെയാവുന്നു. മുത്തശ്ശി വേഗം കണ്ണാടിയുടെ മുന്നിൽ പോയി ബാരിസ്റ്റ വരുന്നതിന് മുന്നേ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നു. ശേഷം ബാരിസ്റ്റ അങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഹാങ് ഓവർ സൂപ്പ് കുടിക്കാൻ പോയാലോ എന്ന് ചോദിക്കുന്നു. ഇവിടെ ഹേസിക്ക് ലീഡറിനെയും തിരഞ്ഞ് പുള്ളിയുടെ റൂമിന് മുന്നിലെത്തുന്നു. ഹേസിക്ക് ഡോറ് തുറന്ന് അകത്തേക്ക് കയറുന്നതിന് മുന്നേ ലീഡർ പുറത്തു വരുന്നു. അവനാകട്ടെ നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നു. നീ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഓക്കെയാണ് എന്ന് ലീഡറും പറയുന്നു. എന്നിട്ട് അവനോട് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിരുന്നു എന്നും പറയുന്നു. എപ്പോഴാണ് കുടിച്ചത് എന്നവൻ തിരിച്ചു ചോദിച്ചതും ലീഡർ നിന്റെ വീട്ടിൽ നിന്ന് വന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് വെള്ളം കുടിച്ചത്, വെള്ളം കുടിച്ചിട്ടും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ലിഫ്റ്റിൽ കയറുന്നു. ലീഡർ താൻ കുറച്ചു മുമ്പ് ഡ്രഗ്സ് കഴിച്ചതൊക്കെ ഓർക്കുന്നു. ഇപ്പോ ഹേസിക്കിന് ഒരു കോൾ വരുന്നു. കോൾ വെച്ചതിന് ശേഷം ഹേസിക്ക് ലീഡറിനോട് ഒരാൾ കൂടി മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അടുത്ത സീനിൽ മുത്തശ്ശിയും ബാരിസ്റ്റയും സൂപ്പ് കുടിക്കുന്നത് കാണിക്കുന്നു. ബാരിസ്റ്റ ഈ ഹാങ് ഓവർ സൂപ്പ് അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഹോട്ടൽ നിന്റെ മകൾ ജൂവിന്റെ അല്ലേ എന്ന് ചോദിക്കുന്നു. ഈ ഹോട്ടലും ഈ സൂപ്പ് റെസ്റ്റോറന്റും ഒക്കെ അവളുടേതാണ്. അവളുടെ എല്ലാ ബിൽഡിങ്ങിലും സൂപ്പ് റെസ്റ്റോറന്റ് ഉണ്ട്. വന്ന വഴി മറക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നു. നിങ്ങളുടെ ഹസ്ബൻഡ് റിച്ച് ആയതുകൊണ്ടാണോ ജൂവും റിച്ചായി മാറിയത് എന്ന് ബാരിസ്റ്റ ചോദിക്കുന്നു. അയാൾക്ക് സ്വന്തമായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. എന്റെ മകൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ കാണുന്ന നിലയിലെത്തിയത് എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നു. എന്നിട്ട് അവൾ അത്ര പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലായിരുന്നു. അവൾ ആ സ്കൂളിലെ ടൈം ടേബിൾ തന്നെ കാണാതെ പഠിക്കാനായി 1 വർഷം തന്നെ എടുത്തു. ആ സമയം ഞാനൊരു ഇറച്ചിക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരിക്കൽ ഞാൻ അവളെ കൗണ്ടർ കൈകാര്യം ചെയ്യാനായിരുത്തി. അന്നവൾ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ടൈം ടേബിൾ പോലും പഠിക്കാൻ പാടുപെട്ട എന്റെ മകൾ അന്ന് 2 അക്ക സംഖ്യകൾ പോലും ഈസിയായി ഗുണിക്കുന്നത് ഞാൻ കണ്ടു. പിന്നീട് ഞാൻ അവൾക്ക് കോളേജിൽ പഠിക്കാനും പാർട്ട് ടൈം ജോലി ചെയ്യാനും വേണ്ടി 100 മില്യൺ കാശ് കൊടുത്തു. 3 വർഷത്തിനുള്ളിൽ ഞാനിത് 10 ഇരട്ടിയാക്കും എന്നവൾ എന്നോട് പറഞ്ഞു. 100 മില്യണിൽ 30 ഹാങ് ഓവർ സൂപ്പർ റെസ്റ്റോറന്റ് തുടങ്ങാനും 30 ഷെയറുകൾ വാങ്ങാനും ബാക്കി 40 ഭൂമി വാങ്ങാനുമായി അവൾ ചിലവഴിച്ചു. 3 വർഷത്തിന് ശേഷം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ 10 ബില്യൺ ക്യാഷ് സമ്പാദിച്ചു. ഞാൻ ആ ക്യാഷ് അവളുടെ കമ്പനിയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്തു. കൂടാതെ ഞാൻ എന്റെ കട അടക്കുകയും ശേഷിക്കുന്ന കാലം മൊത്തം പ്രതിമാസം 50 മില്യൺ ക്യാഷ് അലവൻസ് ആയി വേണമെന്നും ഞാൻ അവളോട് പറഞ്ഞു. അവളും അതിന് സമ്മതിച്ചു. അവൾ തുടങ്ങിയ ഓരോ ബിസിനസ്സും വിജയിച്ചു. ഒരിക്കൽ നാംസൂണിന് ആനയെയും സിംഹത്തെയും ഒക്കെ കാണാനായി അവർ കെനിയയിലേക്ക് പോയി. അവിടെ വെച്ച് അവൾ തന്റെ റെസ്റ്റോറന്റിൽ സ്ഥിരമായി വന്നിരുന്ന ഒരു ടാക്സി ഡ്രൈവറെ കണ്ടുമുട്ടി. അയാൾ ഒരു ഡിപ്ലോമാറ്റിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു. ഒരിക്കൽ ആ ഡിപ്ലോമാറ്റിന്റെ വസതിയിൽ ഫൈൻ ചുമത്തുകയും തന്മൂലം അവർക്ക് അവിടുന്ന് മാറേണ്ടി വരികയും ചെയ്തു. ജൂ ആകട്ടെ വേനൽക്കാല വസതി പണിയാനായി സർക്കാരിന്റെ കയ്യിൽ നിന്ന് അത് കുറഞ്ഞ വിലക്ക് വാങ്ങി എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. ബാരിസ്റ്റയാണെങ്കിൽ പിന്നെ എന്താ ഉണ്ടായത് എന്നൊക്കെ വളരെ ആകാംക്ഷയോടെ ചോദിക്കുന്നു. എന്നാൽ അപ്പോൾ ധീരതയ്ക്കുള്ള അവാർഡ് വാങ്ങാനായി മുത്തശ്ശിക്ക് ഒരു കോൾ വരുന്നു. ഇത്
ഇതേ റെസ്റ്റോറന്റിൽ തന്നെയായിരുന്നു സൂവും നോയും ഉണ്ടായിരുന്നത്. അന്ന് അവരുടെ ആ ഹോട്ടലിലെ ലാസ്റ്റ് ദിവസമായിരുന്നു. നോ ആകട്ടെ ഈ സൂപ്പ് അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു സ്പൂണിൽ കുറച്ച് സൂപ്പ് എടുത്ത് സൂവിന് നേരെ നീട്ടുന്നു. എന്നാൽ അവനത് മൈൻഡാക്കുന്നുണ്ടായിരുന്നില്ല. അവൾ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്നു. എനിക്കുള്ളത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് മാറും എന്നൊക്കെ അവൻ പറയുന്നു. ഇത് കേട്ടവൾ ഇപ്പൊ പൈസ വന്നതുകൊണ്ടാണോ നിന്റെ സ്വഭാവം മാറിയത് എന്ന് ചോദിക്കുന്നു. അവനാകട്ടെ ഈ റിലേഷൻ അവസാനിപ്പിക്കാൻ സമയമായി എന്നൊക്കെ പറയുന്നു. നിനക്ക് വേറെ ലവർ ഉണ്ടോ എന്ന് അവൾ ചോദിച്ചതും അവൻ ഇല്ലെന്ന് പറയുന്നു. എന്നിട്ട് അന്ന് നമുക്ക് ഒന്നുമില്ലാതിരുന്ന കാലത്ത് നമുക്ക് പരസ്പരം സഹതാപം തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഒന്നിച്ചത്. അന്ന് നമുക്ക് പരസ്പരം വേണമായിരുന്നു, എന്നാൽ ഇന്ന് ഒരാൾക്ക് മറ്റൊരാൾ കൂടെ വേണമെന്നില്ല എന്നൊക്കെ അവൻ പറയുന്നു. ശേഷം അവൻ ഫോൺ എടുത്ത് ഡയറക്ടറിനെ വിളിക്കുന്നു. ഇപ്പുറത്ത് ജൂ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് കാണിക്കുന്നു. ഇവിടെ നാമിങ് ആണെങ്കിൽ വെയിറ്റ് ലോസ് പിൽസ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ ലേഡി കൊടുത്ത നമ്പറിൽ മരുന്നിനായി പൈസ അയക്കുന്നു. ഇപ്പോ നാമിനെയും ഷിയോയെയും കാണിക്കുന്നു. അവൻ നീ ഇപ്പൊ ഈ കമ്പനിയുടെ ഭാഗമായി എന്ന് പറയുന്നു. അവളാകട്ടെ ഇനി ഇതുപോലെ എന്നെ ടെസ്റ്റ് ചെയ്യരുത്, എനിക്കത് ഇഷ്ടല്ല എന്നൊക്കെ പറയുന്നു. അവനും അതിന് സമ്മതിക്കുന്നു. എന്നിട്ട് നിനക്കിത്ര ശക്തി കിട്ടാൻ നിനക്ക് മംഗോളിയയിൽ എന്തെങ്കിലും ട്രെയിനിങ് കിട്ടിയിരുന്നോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അവൾ അതെല്ലാം ഞാൻ പിന്നെ പറയാം, ഇപ്പൊ എനിക്ക് ഹെഡിനെ കാണണം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഗോഡൌണിലെത്തിയ നാം ഹേസിക്കിനെ വിളിച്ചിട്ട് ഞാൻ ഷിയോയുടെ ടെസ്റ്റിൽ പാസ്സായി, ഞാനിപ്പോ കമ്പനിയിലെ ഒരു എംപ്ലോയി ആണ് എന്നൊക്കെ പറയുന്നു. എന്ത് ടെസ്റ്റാണെന്ന് അവൻ ചോദിച്ചതും നാം നടന്നതെല്ലാം പറയുന്നു. അവൻ അത് കേട്ട് ആ ഷിയോക്ക് എന്താ ഭ്രാന്താണോ എന്നൊക്കെ ചോദിക്കുമ്പോ നാമിന് മറ്റൊരു കോൾ വരുന്നു. അവൾ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഹേസിക്കിന്റെ കോൾ കട്ടാക്കി ആ കോൾ എടുക്കുന്നു. വിളിച്ചത് നമ്മുടെ ഹെഡ് ആയിരുന്നു. പുള്ളിക്കാരൻ അവളുടെ വാക്ക് കേട്ട് 100 പച്ചമുട്ട കഴിച്ച് ആകെ പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് നമ്മുടെ കമ്പനിയിൽ ഒരാൾ മരിച്ചു, നീ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോവണം എന്നൊക്കെ പറഞ്ഞ് കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഹെഡ് അയച്ചു കൊടുക്കുന്നു. ഇവിടെ ജു ഗുംജു ഡെയിലി എന്ന തന്റെ ന്യൂസ് പേപ്പർ കമ്പനി ഒരു TV ചാനലാക്കി മാറ്റുന്നു. അതിന് ഗുംജു TV എന്ന പേരും നൽകുന്നു. ഇപ്പൊ നാം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത് കാണിക്കുന്നു. അവളോട് പോലീസുകാരൻ മരിച്ച വ്യക്തിക്ക് ഒരുപാട് കടമുണ്ടായിരുന്നു, അത് വീട്ടാനായി അവൻ തന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ജോലിയും ചെയ്തിരുന്നു. പിടികിട്ടാപ്പുള്ളികളെയും ഇല്ലീഗലായി വേസ്റ്റ് ഇടുന്നവരെയും ഒക്കെ പോലീസിൽ റിപ്പോർട്ട് ചെയ്ത് പൈസയൊക്കെ വാങ്ങിയിരുന്നു. കൂടാതെ അവൻ രാവിലെ ഡൂഗോയിലും രാത്രി ഡ്രൈവറായുമൊക്കെ ജോലി ചെയ്തിരുന്നു. ദിവസം 16 മണിക്കൂർ അവൻ ജോലി ചെയ്തിരുന്നു. എന്നിട്ടും അവന് തന്റെ കടം വീട്ടാനൊന്നും സാധിച്ചില്ല എന്നൊക്കെ പറയുന്നു. ഈ കൊറിയയിലെ ആളുകളൊക്കെ ഇത്ര കഷ്ടപ്പെട്ടിട്ടും എന്താ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാത്തത്? കൊറിയ ഇത്ര ദാരിദ്ര്യത്തിലാണോ എന്നൊക്കെ നാമും ചോദിക്കുന്നു. ഇത് കേട്ട് പോലീസ് ഇത് മംഗോളിയ പോലെയല്ല, ഇവിടെ കുറച്ചുപേരുടെ കയ്യിലാണ് ഭൂരിഭാഗം സ്വത്തുള്ളത് എന്നൊക്കെ പറയുന്നു. നാമാകട്ടെ മരിച്ച വ്യക്തിക്ക് ഫാമിലി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അവനൊരു അനിയനുണ്ട്, ഹൈസ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. അവനിപ്പോ അവന്റെ ആന്റിയുടെ കൂടെയാണ് താമസിക്കുന്നത്. ബോഡി വിട്ടുകിട്ടാനും ചടങ്ങ് നടത്താനും ഒക്കെ ചിലവുള്ളത് കൊണ്ട് തന്നെ അവർ ബോഡി ഇതുവരെയും കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ പോലീസ് പറയുന്നു. നാം ഷിയോക്ക് മെസ്സേജ് അയച്ച് ഒപ്പം ജോലി ചെയ്തിരുന്ന സ്റ്റാഫ് മരിച്ചതുകൊണ്ട് തന്നെ ഇന്ന് വരാൻ പറ്റില്ല, നാളെ മുതൽ ജോലിക്ക് വരാം എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ഷിയോ സെക്രട്ടറിയെ വിളിച്ച് അന്വേഷിക്കുമ്പോഴാണ് സ്റ്റാഫ് മരിച്ച കാര്യം അവൻ അറിയുന്നത്. ഇത് കേട്ട് ദേഷ്യം വന്ന ഷിയോ എന്നിട്ട് എന്തുകൊണ്ട് ഇത് എന്നോട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്നു. അവനൊരു പാർട്ട് ടൈം എംപ്ലോയി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അതിനത്ര പ്രാധാന്യം കൊടുത്തില്ല. പിന്നെ ഈ വാർത്ത പത്രത്തിലൊന്നും വരില്ല, ഞാൻ അവരെയൊക്കെ ഒതുക്കിയിട്ടുണ്ട് എന്നൊക്കെ സെക്രട്ടറി പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാത്തതിന് മാപ്പ് ചോദിക്കുന്നു. ഇവിടെ നാമാണെങ്കിൽ മരിച്ച വ്യക്തിയുടെ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് ഈ പൈസ കൊണ്ട് അവന്റെ സംസ്കാര ചടങ്ങ് നടത്താനൊക്കെ പറയുന്നു. കൂടാതെ അനിയന്റെ സ്കൂൾ ചെലവെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നും പറയുന്നു. അവന്റെ ആന്റി ആ പൈസ വാങ്ങിയിട്ട് ഇങ്ങനെ സഹായിക്കാൻ മാത്രം നിങ്ങൾ അത്ര ക്ലോസ് ആയിരുന്നോ എന്ന് ചോദിക്കുന്നു. ഹെൽപ്പ് ചെയ്യാൻ ക്ലോസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നാമ് പറഞ്ഞിട്ട് അനിയനോട് നന്നായി പഠിച്ച് നല്ല നിലയിലെത്തണം എന്ന് പറയുന്നു. അവൻ കരയുന്നത് കണ്ട് നാമ് മംഗോളിയയിൽ ആരെങ്കിലും മരണപ്പെട്ടവർക്ക് വേണ്ടി കരഞ്ഞാൽ അത് അവരുടെ ആത്മാവിന് ദോഷം ചെയ്യും, അതുകൊണ്ട് കരയാൻ പാടില്ല, ചിരിക്കണം എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് അവൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവൾക്ക് നന്ദി പറയുന്നു. നാം ഒരു പേപ്പറിൽ തന്റെ നമ്പർ എഴുതി എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇതിലേക്ക് വിളിച്ചാൽ മതി എന്ന് പറയുന്നു. അവൻ നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവൾ ആദ്യം ടെസ്സ എന്ന് പറയുന്നു, പിന്നീട് അത് മാറ്റി നാംസൂൺ എന്ന് പറയുന്നു. ഇപ്പൊ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. പോലീസുകാര് ഡ്രഗ്സ് കൊടുത്ത ആളിന്റെ മുഖമൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
ഇപ്പോ അയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അവന്റെ പേര് ഷിങ്കാങ്സു എന്നാണ്. 37 വയസ്സാണ്. പഠിച്ചതൊക്കെ റഷ്യയിലാണ്. ഇപ്പോ ഹെറിറ്റേജ് ക്ലബിലെ എംപ്ലോയി ആയി വർക്ക് ചെയ്യാണ്. മാസം 20 മില്യണിലധികം അവൻ സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ അവൻ അവിടെ ശരിക്കും എന്താണ് ജോലി എന്നൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഒരു പോലീസുകാരൻ പറയുന്നു. ലീഡർ, ഈ ഹെറിറ്റേജ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുന്നു. അത് ധനികർക്ക് മാത്രം മെമ്പർഷിപ്പ് ഉള്ള ഒരു ക്ലബ്ബാണ് എന്ന് ആ പോലീസുകാരൻ പറയുന്നു. ആ ക്ലബ്ബ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് ലീഡർ ചോദിച്ചതും ആ പോലീസുകാരൻ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഈ ലേഡിയാണ് ആ ക്ലബ്ബ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഡൂഗോയുടെ സിഇഒ ആയ ഷിയോയും ഹെറിറ്റേജ് ക്ലബ്ബിലെ ഒരംഗമാണ് എന്നൊക്കെ പറയുന്നു. ഇപ്പൊ ഹേസിക്ക് ഡൂഗോ ഒന്ന് അരിച്ചു പെറുക്കാനായി എങ്ങനെ ഒരു വാറന്റ് ഒപ്പിക്കാം എന്നൊക്കെ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡൂഗോക്കെതിരെ ഒരു തെളിവ് പോലും അവരുടെ കയ്യിലില്ലായിരുന്നു. ഈ സമയം ഹേസിക്കിന് ഇന്ന് രാത്രി ഡ്രിങ്ക്സ് കഴിക്കാൻ വരണം എന്ന് പറഞ്ഞ് നാമിന്റെ ഒരു മെസ്സേജ് വരുന്നു. ഇവിടെ ഹെറിറ്റേജ് ക്ലബ്ബിൽ ഷിയോ ബാക്കി മെമ്പേഴ്സുമായി ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവൻ അവർക്ക് റാസ്ബെറി വൈനും ഡയമണ്ട് ഒക്കെ പതിപ്പിച്ച ടൈയും സമ്മാനമായി കൊടുക്കുന്നു. മറ്റൊരു സൈഡിൽ ലീഡർ ആകട്ടെ ഡ്രഗ്സ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെയൊക്കെ ആകുന്നു. ശേഷം അയാൾ അവിടുത്തെ കണ്ണാടിയൊക്കെ തല്ലി പൊട്ടിക്കുന്നു. അടുത്ത സീനിൽ നാമിനെ കാണിക്കുന്നു. അവൾ ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കാവും. ശേഷം അവൾ ഒരു ഗ്ലാസ് കൂടി ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഹേസിക് വന്ന് അത് തടുക്കുന്നു. നിനക്ക് വിശന്നിട്ടാണോ നീ ഇത്ര ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നത് എന്ന് ഹേസിക് ചോദിക്കുന്നു. വിശന്നാൽ ആരെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കുമോ എന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു. അവൻ അവളോട് ഇനി ഷിയോയുടെ അടുത്തേക്കൊന്നും പോവണ്ട, അവൻ ഡേഞ്ചർ ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കൂട്ടാക്കുന്നില്ല. ശേഷം നാം അവനോട് നമ്മുടെ കൂടെ ഡൂഗോയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾ മരിച്ചു എന്ന് പറയുന്നു. അവൻ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനാണ് ഹോജ ഡൂഗോയിലുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തത് എന്ന് പറയുന്നു. ഇനി ഹോജയാണോ അവന്റെ മരണത്തിന് കാരണമായത് എന്ന് നാമ ചോദിച്ചതും ഹേസിക്ക് അവനൊരു എനർജി ഡ്രിങ്ക് ഒക്കെ കഴിച്ചിരുന്നു. അത് കാരണം അവൻ ഉറങ്ങാതെ കുറെ മണിക്കൂറൊക്കെ ജോലി ചെയ്തു. അതാണ് അവൻ മരിക്കാൻ കാരണമായത് എന്നൊക്കെ പറയുന്നു. എന്തിനാ ഇങ്ങനെ റെസ്റ്റ് പോലും എടുക്കാതെ ആളുകൾ ജോലി ചെയ്യുന്നത് എന്ന് നാം ചോദിക്കുന്നു. ഇവിടെ ക്യാപിറ്റലിസമാണ്. കുറച്ചുപേർ റിച്ചും ബാക്കിയുള്ളവർ പാവപ്പെട്ടവരുമാണ് എന്നൊക്കെ ഹേസിക് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവൾ ഞാൻ ഈ പാവപ്പെട്ടവരൊക്കെ മറ്റുള്ളവരെ പോലെ മുന്നോട്ട് കൊണ്ടുവരും എന്നൊക്കെ പറയുന്നു. അപ്പൊ ഹേസിക്ക് ഞാനും അതിനുവേണ്ടി നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ഇത് കേട്ട് നാം അവന്റെ തലയിൽ കൈവച്ച് ഗുഡ് ബോയ് എന്ന് പറയുന്നു. ഹേസിക്ക് അവൾക്കൊരു ബുക്ക് കൊടുത്തിട്ട് നീ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, ഞാൻ നിന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിക്കാം എന്ന് പറയുന്നു. അവളും ആ ബുക്കൊക്കെ തുറന്നു നോക്കിയിട്ട് ഇത് ഒരുപാടുണ്ടല്ലോ എന്ന് പറയുന്നു. ഹേസിക്ക് നാമിനെ തന്നെ നോക്കിയിട്ട് നിന്റെ ഈ റോസി ചീക്സ് ആണ് നിന്നെ കൂടുതൽ സുന്ദരിയാക്കുന്നത് എന്ന് പറയുന്നു. ഇത് കേട്ട് അവളും ആകെ ഷൈ ആകുന്നു. അവൾ നിനക്ക് റോസി ചീക്സ് ഉള്ള പെൺകുട്ടികളെ ഇഷ്ടാണോ? മംഗോളിയയിൽ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് വിസിറ്റ് ചെയ്യാം എന്നവൻ പറഞ്ഞതും നാം അതെന്തിനാ അങ്ങോട്ട് പോകുന്നത്, നിനക്ക് എന്നെ തന്നെ ഡേറ്റ് ചെയ്തൂടെ എന്ന് ചോദിക്കുന്നു. ശേഷം നാം അവനോട് ഐ ലവ് യു എന്ന് പറയുന്നു. ഇത് കേട്ട് ഹേസിക്ക് എന്താ പറയേണ്ടത് എന്നറിയാതെ ആകെ കുഴങ്ങുന്നു. അവൾ വീണ്ടും ഐ ലവ് യു എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോകുന്നു. ഹേസിക്ക് അവൾ കഴിച്ച ഡ്രിങ്ക്സിന്റെ പൈസയൊക്കെ അവിടെ വെച്ചിട്ട് അവളുടെ പിന്നാലെ പോകുന്നു. ഓട്ടത്തിനിടെ നാം കാൽ തട്ടി വീഴുന്നു. അങ്ങോട്ടെത്തിയ ഹേസിക്കിന് അവൾ തന്റെ കാലിലെ മുറിവ് കാണിച്ചു കൊടുക്കുന്നു. ഹേസിക്ക് വേഗം തിരിഞ്ഞു നിന്ന് അവളോട് പുറത്ത് കയറാൻ പറയുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി നാം അവന്റെ പുറത്ത് കയറുന്നു. ഹേസിക്ക് അവളെ പുറത്തിരുത്തി പോകുമ്പോൾ നാം നിന്റെ പുറത്തിരിക്കുമ്പോ എനിക്ക് എന്റെ കുതിരയെ ഓർമ്മ വരുന്നുണ്ട് എന്ന് പറയുന്നു. അത് കേട്ടതും ഹേസിക്ക് അവളെയും കൊണ്ട് ഓടുന്നു. അവരങ്ങനെ ഹാപ്പിയായി പോകുന്നത് കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്.